നമസ്കാരം. ഇപ്പം ഇവിടെ നിൽക്കുന്നത് കൊട്ടാരക്കര ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് നിൽക്കുന്നത്. ഇന്നലെ വൈകിട്ട് കൊച്ചാലമൂട് ആക്രിക്കടയുടെ അവിടെ വെച്ചുണ്ടായ അപകടത്തിൽ മരണപ്പെട്ട ശ്രീമാൻ മധുസൂദനം പിള്ളയുടെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് വേണ്ടി ഇൻക്വസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം നടക്കാനായി ഡോക്ടർമാർ എത്തുന്നു. അതിൻ്റെ ഇടയ്ക്ക് വിഷമകരമായ ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത്ര ദാരുണമായ ഒരു പ്രത്യേക രീതിയിൽ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഏകദേശം 7:30-8 മണിയോടെ ആയിരുന്നു സംഭവം. 8 മണിക്ക് അദ്ദേഹം വന്ന് വണ്ടി അവിടെ നിർത്തിയിട്ട് പിന്നെ വലതുവശത്തേക്ക് വീട്ടിലേക്ക് കയറി പോകുന്ന വഴിയിലേക്ക് ഇറങ്ങുന്ന സമയത്തിന് പെട്ടെന്ന് കൊട്ടാരക്കരയിൽ നിന്ന് പാരിപ്പള്ളിയിലേക്ക് പോകുന്ന ഒരു വാഗണർ വണ്ടിയാണ് പെട്ടെന്ന് വന്ന് ഇടിക്കുകയുണ്ടായി. ആ ഇടിക്കുകയുണ്ടായ ഭയങ്കര നടുങ്ങുന്ന ശബ്ദമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അളിയൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഓടി പെട്ടെന്ന് വന്നു നോക്കിയപ്പം വണ്ടി കിടക്കുന്ന കണ്ടു. ആള് പോസ്റ്റിനും ഈ കാറിനും ഇടയിൽ ഞെരുങ്ങി കിടക്കുന്നതായിട്ടാണ് കണ്ടത്. പിന്നെ പെട്ടെന്ന് തന്നെ അവിടെ എല്ലാവരും കൂടെ ചേർന്നിട്ട് അവിടുത്തെ പ്രദേശ നാട്ടുകാരും അതുപോലെ എല്ലാവരും കൂടെ ചേർന്നിട്ട് നേരെ കൊട്ടാരക്കര ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയും അത് കഴിഞ്ഞ് ഇവിടെ പറ്റത്തില്ല, എവിടെയെങ്കിലും വെൻറ്റിലേറ്റർ ഉള്ളിടത്തേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നേരെ കൊട്ടാരക്കര വിജയാസിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് മരണം സംഭവിക്കുകയും ചെയ്തിരുന്നു. കാര്യം CPR ഒന്നും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കായിരുന്നു. കാര്യം ഈ പറയുന്ന വാരിയലിൽ നല്ല രീതിയിൽ ചതഞ്ഞിരിക്കുന്നതായിട്ടാണ്. ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ പറ്റും. ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ലിക്കുന്നം വാർഡിലെ മെമ്പറാണ്. ഇപ്പം ഈ നിൽക്കുന്ന എല്ലാം പൊതുപ്രവർത്തകരും മറ്റ് ആൾക്കാരുമാണ്. പിന്നെ ഇപ്പം ഇൻക്വസ്റ്റ് കഴിഞ്ഞു. ഇനിയിപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഈ പറയുന്ന അദ്ദേഹം ജോലി നോക്കിയിരുന്നത് തൃക്കണ്ണമംഗൽ ആദ്യം നീതി മെഡിക്കൽ സ്റ്റോറിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് തൃക്കണ്ണമംഗൽ സർവീസ് സഹകരണ ബാങ്കിലും പിന്നെ ഇപ്പോൾ ഈ പറയുന്ന തൃക്കണ്ണമംഗൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഓഫീസ് കൊട്ടാരക്കര ശാന്തി തിയേറ്ററിൻ്റെ ആ ഭാഗത്തുള്ള അതിലെ മാനേജരായിരുന്നു അദ്ദേഹം. അതിൽ എല്ലാവിധ ദുഃഖമുണ്ട്. എൻ്റെ ഒരു കസിൻ ബ്രദറാണ്. എൻ്റെ വീടിൻ്റെ മുമ്പിൽ വെച്ചാണ് ഈ ആക്സിഡൻറ്റ് നടന്നത്. അത് കൊട്ടാരക്കരയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ജോലി കഴിഞ്ഞ് സർവീസ് സഹകരണ സംഘത്തിലെ ഉദ്യോഗസ്ഥനാണ്. ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്ന് വീട്ടിൻ്റെ വഴിയിലേക്ക് തിരിയുന്ന ടേണിങ്ങിൽ വെച്ചാണ് ഈ ആക്സിഡൻറ്റ് സംഭവിച്ചത്. കൊട്ടാരക്കരയിൽ നിന്ന് തന്നെ വന്ന ഒരു വാഹനമാണ് തൃശ്ശൂരിൽ നിന്ന് വന്ന ഒരു വാഗണർ ആണ് ഇടിച്ചായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ തന്നെ കൊട്ടാരക്കര ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്തിച്ചു. തുടർന്ന് അവിടുത്തെ ഒരു നിർദ്ദേശം അനുസരിച്ച് വെൻറ്റിലേറ്ററുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് മാറ്റണം എന്നുള്ളതുകൊണ്ട് ഉടൻ തന്നെ വിജയാസ് ഹോസ്പിറ്റലിൽ എത്തിച്ചു. എല്ലാം പെട്ടെന്ന് തന്നെ എല്ലാ പൊതുരംഗത്തേക്കുന്ന എല്ലാവരും എത്തിച്ചേരുകയും വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തെങ്കിൽ പോലും ജീവൻ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയാതെ പോയി. 51 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. മാത്രമല്ല 2 പെൺകുട്ടിയും ഒരു ഭാര്യയും അതോടൊപ്പം തന്നെ ഒരു ഭാര്യ മാതാവിനെയും സംരക്ഷിച്ചുകൊണ്ട് ജീവിച്ചു വന്ന ഒരു പൊതുപ്രവർത്തനത്തിലൂടെ നിൽക്കുന്നൊരു വ്യക്തി കൂടിയാണ്. നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ഇടപെടുകയും എല്ലാവരുമായിട്ടും ആത്മാർത്ഥമായി സഹകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകനെയാണ് ആ നാടിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ കൊട്ടാരക്കര NSS താലൂക്ക് യൂണിയൻ്റെ സെക്രട്ടറിയാണ്. അതിലുപരി എൻ്റെ ബന്ധു കൂടിയാണ് എന്ന് പറയാൻ ഞാൻ ഏറെ നമുക്ക് വിഷമമുണ്ട്. എങ്കിൽ പോലും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നാണ്. നാടിനും നാട്ടുകാർക്കുമൊക്കെ ഭാവിയിൽ വളരെയേറെ ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാക്കുന്ന ഒരു മരണമായിട്ടാണ് ഇതിനെ എല്ലാവരും കാണുന്നത്. ഇന്ന് കൃത്യം 12 മണിക്ക് തന്നെ ഇവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അദ്ദേഹം ജോലി ചെയ്ത സഹകരണ സംഘത്തിൽ പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം വൈകിട്ട് 3 മണിക്ക് സ്വവസതിയിൽ ശവസംസ്കാര ക്രിയ ചെയ്യാനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഞങ്ങളതിൻ്റെ ഭാഗമായി നിൽക്കുകയാണ്. ഇന്നലെ രാത്രി 7:30 മണിയോടുകൂടി നെല്ലിക്കുന്നത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടായത്. കൊട്ടാരക്കര മുനിസിപ്പൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പുലമൺ ബ്രാഞ്ചിൻ്റെ മാനേജരും CPMൻ്റെ സജീവ പ്രവർത്തകരുമായിരുന്നു. CPM ലോക്കൽ കമ്മിറ്റി മെമ്പറൊക്കെ ആയിരുന്നു. എൻ്റെ അനുജനെ പോലെയാണ് എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ നെല്ലിക്കുന്നത്ത് അദ്ദേഹത്തെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഒരു കാറ് വന്നിടിച്ച് അപകടമരണം സംഭവിച്ചത്.
വലിയ നഷ്ടമാണ് നമുക്കുണ്ടായിട്ടുള്ളത്. എല്ലാ നിലയിലും പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നതിനും വലിയ സ്നേഹത്തോടെ ആളുടെ ഇടപെടാനും കഴിയുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിന് ദാരുണമായ ഒരു അന്ത്യമാണ് ഉണ്ടായത്. ഈ ദുഃഖത്തിൽ കൊട്ടാരക്കര മുനിസിപ്പൽ സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാർ, കുടുംബാംഗങ്ങൾ, ബന്ധുമറ്റ സുഹൃത്തുക്കൾ എന്നതോടൊപ്പം എല്ലാവരുടെയും ദുഃഖത്തിൽ ഞാനും പങ്കുചേരുകയാണ്.